ഇങ്ങനെയാണോടാ തിരുമുന്നത്? കാലൊരുമി നേരെ ആക്കിയോണ്ടല്ലയോ ചവിട്ട് കിട്ടിയത്. പക്ഷെ അടുത്തിക്കോ. പെർമനന്റോ ടെമ്പററിയോ? ഇവിടെ ഒന്ന് കലക്കേ ഇറങ്ങുള്ളൂ എന്നാ തോന്നുന്നത്. കണ്ടില്ലേ, ഇടതുകാലം വെച്ചാ കയറിയിരിക്കുന്നത്. ഉസ്താദാ വിളിക്കുന്നത്. ദിടീർന്ന് വരണം, അല്ലെങ്കിൽ തിരുമും. നേരെ ഇവന് കാര്യം പിടികിട്ടില്ലെന്ന് തോന്നുന്നില്ല. ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കൂടെ? ഇത് ഞങ്ങളുടെ ഉസ്താദാ, തിരുമി കൊടുക്കാനാ പറയുന്നത്. കാല് സംശയിക്കണ്ട, ഇത് ഇവിടുത്തെ പതിവാ. നടാളെ വരുന്നവൻ ഉസ്താദിനെ ഒന്ന് തിരുമണം, പിന്നെ അതേ ലോഹ്യം പറയൂ. അയ്യോ, അതെനിക്ക് വശമില്ലല്ലോ. അയ്യോ, പാവാണെന്ന് തോന്നുന്നു. വശമില്ലല്ലേടാ? പുറത്ത് കിടന്ന് അടികൂടുന്നവരെ പിടിച്ചിടാനാ ജയിൽ. ഇവിടെ കിടന്ന് അടിയുണ്ടാക്കിയാൽ പോലീസുകാരെ വിഷമിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. തൽക്കാലത്തേക്ക് ഈ അടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ ഒരു ഔദാര്യം. ജയിലിനകത്തും ഒരു മത്സരം വേണ്ടാന്ന് വെച്ച് ഞാൻ ഇതുവരെ സഹിച്ചു. അടി കൊടുക്കുന്നതല്ലാതെ കൊള്ളുന്ന സ്വഭാവം എനിക്കില്ല. ഇനി എന്നെ തൊട്ടാൽ എന്റെ സ്വഭാവം മാറും. എന്നാലൊന്ന് കാണണല്ലോടാ. ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ കൊണ്ട് ഞാൻ എന്റെ കാല് തിരിപ്പിക്കണം. തൽക്കാലം ആരെങ്കിലും വിളിച്ച് സ്വന്തം വേണം തിരുമിക്കില്ല സാറേ. അവിടെ പിടിക്കരുത്, അവിടെ പിടിക്കരുത്, അവിടെ കൊണ്ടുപോവാനെ. നിനക്ക് ഈ വിവാഹം ഇഷ്ടമല്ലെന്ന് നിന്റെ അമ്മയോട് പറഞ്ഞെന്ന് കേട്ടു. വീട്ടിലുള്ളവരെ ധിക്കരിക്കാനല്ല, അനുസരിക്കാനാണ് ഞാൻ കോളേജിൽ അയച്ചത്. ഇക്കാര്യമല്ല മാവ, ഞാൻ അച്ഛനില്ലാത്തൊരു കുട്ടിയാണ്. എന്റെ ധർമ്മസങ്കടം അമ്മയോടും അമ്മാവനോടും അല്ലാതെ ഞാൻ മറ്റാരോട് പറയും? ഓ, നിനക്ക് എന്താ എത്ര ധർമ്മസങ്കടം? ഞാൻ അമ്മാവന്റെ മകളായിരുന്നെങ്കിൽ സുശീലിനെ പോലെ ഒരുത്തന് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു. എന്താടി സുശീലിന് കുഴപ്പം? അവന് പണമില്ലേ, സൗന്ദര്യമില്ലേ, വിദ്യാഭ്യാസമില്ലേ? പഠിപ്പും സൗന്ദര്യവും മാത്രമല്ല മാവ, വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്റെ സ്വഭാവം കൂടി നന്നായിരിക്കണമെന്ന് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കും. നിന്റെ തത്വോപദേശം നീ കേൾക്കണ്ട. പിന്നെ എന്റെ മകന്റെ സ്വഭാവത്തെ കുറിച്ച് നിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, സുശീലിന് നീയുമായിട്ടുള്ള വിവാഹം നടന്നേ തീരും. എന്നെ നിർബന്ധിക്കരുത്, എനിക്കിഷ്ടമല്ല. നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ വിവാഹം നടത്തും. ഇല്ല, ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ സുശീലിനെ ഈ കഴുത്തിൽ താലി കെട്ടില്ല. ഉറപ്പാണോ? 100%. എങ്കിൽ നിന്റെ അമ്മയുടെ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത്. മനസ്സിലായില്ല. എന്നാൽ കേട്ടോ, നിന്റെ അമ്മ ഒരു കൊലപ്പുള്ളി. അമ്മാവാ, ആ രഹസ്യം അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമാണ്, നിന്റെ അമ്മാവൻ. ഒന്നുകിൽ നിന്റെ കഴുത്തിൽ
എന്റെ മകന്റെ വരണമാല, അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ കഴുത്തിൽ നിയമത്തിന്റെ മരണമാല. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ വിട്ടുതരുന്നു. അമ്മേ, മോളെ. ഞാൻ ആരാണെന്ന് നിങ്ങൾ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയട്ടെ. നിങ്ങൾ എല്ലാവരും അറിയണം ഈ കൊലച്ചെടി. ഞാൻ ഇവളുടെ ഭർത്താവാണ്. ഞാനില്ലാത്ത നേരം നോക്കി ഭീഷണിപ്പെടുത്തി എന്റെ സമ്മതമില്ലാതെ ബലാത്കാരമായി ഈ നിൽക്കുന്ന മനുഷ്യന്റെ മകന് സ്വത്ത് മോഹിച്ച് എന്റെ ഭാര്യയെ കെട്ടിക്കൊടുക്കാനൊടുങ്ങിയ ഈ മനുഷ്യനോട് നിങ്ങൾക്കാർക്കും ഒന്നും പറയാനില്ലേ? ഇത് ധർമ്മമാണോ? ഈ അനീതിക്കെതിരായി ശബ്ദമുയർത്താൻ ഈ നാട്ടിൽ ആരുമില്ലേ? ഇവൻ പറയുന്ന മുഴുവൻ പച്ച കള്ളമാണ്. ഞങ്ങൾ ആരും വിട്ടുകളല്ല. അയ്യോ, ആരും പോകരുത്. ദയവായി ആരും പോകരുത്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ആരും പോകരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ആരും പോകരുത്. ഈ കേട്ടൊക്കെ നേരാണോ? നിങ്ങളെ കേട്ടത് താൻ അവളെ വരട്ടാതെ, അല്ലെങ്കിൽ അവളെല്ലാം തുറന്നു പറയും. മൗനം സമ്മതത്തിന് തുല്യം. തനിക്ക് വയസ്സായിട്ടും ബുദ്ധിയില്ലല്ലോ. തനിക്ക് നാളെല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇനി ഈ വിരട്ടിലൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇവരുടെ അമ്മാവനായതുകൊണ്ട് ഞാനിപ്പോ ക്ഷമിച്ചിരിക്കുന്നു. പടി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് പോലീസ് എന്താ ചെയ്യാനുള്ള ഓരോരുത്തർ വന്ന് കല്യാണം പറയാൻ വന്നിരിക്കുന്നു. ഇതാ. മനസ്സിലായില്ല. വിവാഹം മുടക്കി തന്നതിന്റെ കൂലി. ഓഹോ, അതാണോ? വാങ്ങിക്കാം. അതിനി ധാരാളം സമയമുണ്ടല്ലോ. ഇല്ല, വൈകിക്കണ്ട. അല്പം കൂടി ക്ഷമിക്കൂ. ആദ്യം ഈ സദ്യക്ക് ഒരുക്കിയതെല്ലാം വിളമ്പിയിട്ട് ഞാൻ വന്നേക്കാം. ഭക്ഷണം അനാവശ്യമായി കളയുന്നത് തെറ്റു മാത്രമല്ല, കുറ്റവും കൂടിയാണ്. അതിനിവിടെ ആരിയ്ക്കുന്നു ഉണ്ണാൻ? ക്ഷണിച്ചവരില്ല എപ്പോഴേ സ്ഥലം വിട്ടു. ഞാൻ എന്റെ വർഗത്തെ കുറിച്ച് പറഞ്ഞതാണ്. അവരെങ്ങും പോലും പുറത്തു തന്നെ കാണും. അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് വരണം. സാർ, ഇയാളുടെ കൂടെ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം. ഞാൻ യൂണിയൻ മീറ്റിംഗിന് പോകും. വിളിക്കുമ്പോ വരാൻ വിളിക്കാണോ ഞാൻ? കാര്യം വളരെ സീരിയസ് ആണ്. എന്റെ കല്യാണമാണ് മുടങ്ങി പോയിരിക്കുന്നത്. ഓഹോ, മുടങ്ങിയ കല്യാണത്തിന് ക്ഷമിക്കാൻ വന്നിരിക്കാണല്ലേ? സാറിന് എന്റെ വിഷമം മനസ്സിലാവില്ല. ഒന്ന് വിഷമിക്കാതിരിക്കണോ? എടോ, തന്റെ എത്ര കല്യാണമാണ് മുടങ്ങിയത്? എത്രാമത്തെ കല്യാണം? എന്റെ ആദ്യത്തെ കല്യാണമാണ് സാർ. തന്റെ
ആദ്യത്തെ കല്യാണം അല്ലേ? ആ എല്ലാം നല്ലവണ്ണം കഴിച്ചോ. ഇതൊരു നല്ല കറിയാണ്, കഴിക്കേ. നിന്റെ തന്ത്ര സമ്പാദിച്ചല്ലേ കുഞ്ഞെ, ഇതേ അമ്മാവന് തലയ്ക്ക് വട്ട വല്ലതൊക്കെ പറയും. അമ്മാവനോ? ഏതാണ് എന്റെ അമ്മാവൻ? അമ്മാവൻ പോലും. അമ്മാവാ അമ്മാവ് നിന്നാട്ടെ അമ്മാവാ. ഇതാ അമ്മാവന് വിളമ്പി കൊടുത്തേ, ഞാൻ പോയി കാള എടുത്തോണ്ട് വരാം. ഞാനോ? ഇരിക്കട്ടെ അമ്മാവ. എന്താണ് നോക്കിയെടുത്ത് പുറപ്പെടാ. വായിട്ടിരിക്കുന്ന ചീത്ത ഞാൻ കേൾക്കേണ്ടി വന്നിട്ട് അമ്പരാണ്. ഓരോരുത്തരൊക്കെ വന്ന് കേറിക്കോളും, മാനം കെടുത്താൻ. തൃപ്തിയായി. അമ്മയും മകൾ കൂടി എന്നെ അപമാനിക്കായിരുന്നു അല്ലേ? ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ചേട്ടന്റെ എല്ലാ ഇഷ്ടത്തിനും ഞാൻ സമ്മതിച്ചതല്ലേ? ദാ, എന്റെ സ്വഭാവം നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. കഴിഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഓർമ്മിക്കുന്നത് നല്ലതാണ്. വിരട്ടാതെ അമ്മാവ. അമ്മാവ ഇതാരാ? ഉഷയുടെ അമ്മ. ഉഷ ആരാ അമ്മാവ? ഉഷ എന്റെ ഭാര്യ. അപ്പൊ ഇത് എന്റെ അമ്മായി. നീ എന്നെ പഠിപ്പിക്കുകയാണ്. വിവരമില്ലെങ്കിൽ പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ പഴയതുപോലെ അമ്മായിയോട് തട്ടിക്കേറുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ ഞാൻ വന്ന സ്ഥലം പറയേണ്ടതായി വരും. നിങ്ങളാ എന്നിട്ടാണ് അവിടെ കിടന്നിരിക്കുന്നത്? മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നതിനിടയിൽ എന്റെ കാര്യം അന്വേഷിക്കാൻ ഞാനങ്ങ് മറന്നുപോയി. ചെറുപ്പത്തിലേ ഉള്ള എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ അമ്മയെ പ്രസവിക്കും അല്ല, അമ്മ എന്നെ പ്രസവിച്ചപ്പോ ഞാൻ അമ്മയെന്ന് വിളിക്കാൻ മറന്നുപോയി. നിന്നും ഞങ്ങളുടെ അമ്മ പരാതി പറയാതെ വാചടിക്കാതെ വരവ് ഇതിനാണ് വരാൻ ഞാൻ തല്ലാതെ ആയിരിക്കും. ഇത് തന്നെ പുറത്തു പറഞ്ഞയക്കുന്നു. അയ്യോ, മുൻകൂർ നോട്ടീസ് തരാതെ ഇവിടുന്ന് ഒരു പുള്ളിയും പറഞ്ഞയക്കാൻ പാടില്ല എന്നുള്ള നിയമമൊന്നും ബാധകമല്ലായിരിക്കും. പോലീസാണെന്ന് വെച്ചാൽ എന്ത് നിലയിലും കാണിക്കാവുന്നു. പറയുമ്പോൾ അടുത്തുകയും പറയുമ്പോൾ പുറത്തു പോയിരിക്കാൻ എന്ന് മനസ്സിലാക്കാൻ ഞാനിപ്പോ പോകുന്നുണ്ടോ അതോ അതെന്താ ആദ്യം എന്നെ തന്നെ പറഞ്ഞേക്കണമെന്ന് ഒരു വൈരാഗ്യം പോലെ. നിർബന്ധമാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കാം. അത് ഇവിടുത്തെ ആഹാരം കഴിച്ച് ശരീരം മെലിഞ്ഞു മെലിഞ്ഞ് ഒരാഴ്ചക്കുള്ളില് ഇങ്ങനെ പുഷ്പം പോലെ അരിയുടെ ഇടയിൽ കൂടെ ഇറങ്ങുന്നത് ആരെങ്കിലും പറഞ്ഞിരിക്കാൻ പോലും അത് ആരായാലുണ്ടോ ഞാൻ പോയേക്കാം. പക്ഷേ ഇത്രയും ക്രൂരത ശത്രുക്കളോട് പോലും കാണിക്കരുത് സാർ. ഈ മുറിയെങ്കിലും ഒരു ഐശ്വര്യയുടെ റൂമാണെന്ന് ഞാൻ വിചാരിച്ചു. ഒന്ന് തൊട്ട് തൊഴുതിട്ട് പോട്ടെ. നീ മരുന്നാളെ വെച്ച് കേറാറുള്ളോ ഇല്ലയോ? ഞാൻ പോട്ടെ. ഇനി ഞാൻ വരും.